ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഗുലാബ് ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അതിന് വേണ്ട സാധനങ്ങൾ: പാർലേജി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ആട്ടപ്പൊടി, കുറച്ച് പാല് വേണം, നെയ്യ് വേണം, പഞ്ചസാര വേണം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റ് പൊളിച്ചിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാർലേജി ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. ബിസ്ക്കറ്റ് ഓരോന്നോരോന്നായിട്ട് പൊളിച്ചിട്ടിടുന്നുണ്ട്. ഒരു പാക്കറ്റ് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും വെച്ചിട്ട് നമുക്കാക്കാം. ഇത്രയാണ് നല്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വേണം ആക്കാൻ. ഇതിലും ജാസ്തി വേണ്ടിക്കൽ ആക്കാം. ഇപ്പം ഞാൻ ഇത്രയാണ് ആക്കുന്നത്. കുറച്ചാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ടേ. സിമ്മിലാക്കി വെക്കുക. എന്നിട്ട് പാന് നമുക്ക് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് അലിഞ്ഞ് വരാൻ. പോരെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല വൃത്തിയിൽ അത് ഇളക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഇളക്കി കൊടുക്കട്ടെ. പാലൊഴിച്ചിട്ടുണ്ട്. ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. പാലൊഴിച്ചുകൊണ്ട് വേഗം അരിഞ്ഞോളും ബിസ്ക്കറ്റ്. ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. ഒരു പാക്കറ്റ് എടുത്തു. അപ്പോൾ ഇത് ഒരു പാക്കറ്റ് എടുത്തിട്ട് നോക്കുമ്പോൾ കുറച്ചേ കാണുന്നുള്ളൂ. അത്രയും ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരുപാട് ആക്കുന്നില്ല. ഇതിന് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം നമുക്ക്. ഇപ്പം എല്ലാം അരിഞ്ഞ് വരണം. എല്ലാം അരിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി അരിയാൻ ബാക്കിയുണ്ട്. റെഡിക്കരിഞ്ഞ് വരട്ടെ. ഏറ്റവും സിമ്മിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇല്ലേ പിന്നെ കരിഞ്ഞു പോകും. ബിസ്ക്കറ്റല്ലേ, നല്ല അടിപൊളിയായി കരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ടു കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ, ഒരുപാടൊന്നും ഇടുന്നില്ല. എന്നിട്ടെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം.
ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. സിമ്മിൽ തന്നെയാണ് ഉള്ളത്, കൂടുതലൊന്നും തീയാക്കിയിട്ടില്ല, ഞാൻ ചെറിയ തീയിലാണ് ആക്കുന്നത്. ഏലക്കായ പൊടിച്ചത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഉരുകിയില്ല. കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും കൂടി ആകുമ്പോൾ അതിന് നല്ല രുചി കൂടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അടിപൊളിയായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സൂപ്പറായിട്ട് എല്ലാ ഭാഗവും നല്ലോണം ഇളക്കി ചേർക്കുക. പേടി ഇതാകാണ്ടിരിക്കുക. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലിട്ടിട്ട് അടച്ച് വെക്കണം. ചെറിയൊരു ചൂട് തണിഞ്ഞതിൻ്റെ ശേഷം വേണം നമുക്കിതിനെ ഉരുട്ടിയെടുത്തിട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് അതുവരെയും അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ്. വേഗം കഴിയുന്ന പരിപാടിയാണ് ഇത്. ഇത്രയേ ഉള്ളൂ ഇതിന് പണി. ഇനി പഞ്ചസാര ഉരുക്കി അതിൽ റെഡിയാക്കി കഴിഞ്ഞാൽ തീർന്നു. അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. തീ ഓഫാക്കി ഇതിലെടുത്ത് വെച്ചു. ഇതിവിടെ അടച്ചു വെക്കാം. നമുക്ക് ആറിപ്പോന്നതിന് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെക്കാം. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ഉരുക്കണം. ഞാനൊരു ഗ്ലാസ്സിലേക്ക് പഞ്ചസാര അളന്നെടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത്. ഈ പഞ്ചസാരയാണ് ഉരുക്കേണ്ടത്. അപ്പം അത് ഞാൻ ഉരുക്കിയെടുക്കട്ടെ. ഇതിൻ്റെ അകത്തേക്കാണ് ആക്കേണ്ടത്. ഇത് അപ്പം ഇതിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം നമുക്ക്. ഒരു ഗ്ലാസ് പഞ്ചസാരക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കത്തിക്കാം. എന്നിട്ട് ആ പഞ്ചസാര ഉരുകി വരണം. അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കണം. ഈ പഞ്ചസാര ലായനിയിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഏലക്കായ എടുത്തൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം. ഏലക്കായ ഒന്ന് ചതച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിന്നാവട്ടെ. അപ്പോൾ ഇതാ പഞ്ചസാര ഉരുക്കി എടുത്തിട്ടുണ്ട്. ഒരു നൂൽ പരുവൊന്നും ആകാൻ പാടില്ല. പഞ്ചസാര ഉരുകി നല്ല കണ്ടീഷനായിട്ട് ഒന്ന് പറ്റുന്ന പരുവം മാത്രമേ ആകാൻ പാടുള്ളൂ. ഒരു നൂൽ പരുവമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഇതിവിടെ ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച അത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഉരുളകളാക്കി ഇനി എടുക്കണം. അപ്പോൾ ഇതിനെ നല്ല വൃത്തിയിൽ ഇപ്പോൾ ഒരു ഇളം ചൂടേ ഉള്ളൂ ഇതിന്.
ചൂടെല്ലാം കുറേശ്ശെ മാറിയിട്ടുണ്ട്. ഇളം ചൂട് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന്. അപ്പോൾ നല്ല വൃത്തിയിൽ ഞാനൊന്നിനെ കുഴച്ചെടുക്കട്ടെ. കണ്ട, ഇതേപോലെയാണ് എടുക്കേണ്ടത്. കണ്ട, അപ്പം നല്ല കണ്ടീഷനായിട്ട് കിട്ടും നമുക്ക്. കണ്ട, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് കിട്ടി. നല്ല സോഫ്റ്റാണ്. കണ്ട, ഇതേപോലെ ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ നമ്മളെ ഗുലാബ് ജാമിൻ്റെ അതേ വലിപ്പത്തിൽ നമ്മൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ എടുത്തോളൂ. ഇങ്ങനെ ഞാനെല്ലാം ഉരുട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതാ കണ്ട, ഇത്രയും ഉരുളകളായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒന്ന് എടുത്തത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ കാരയുണ്ടല്ലോ അതാണ് വെക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നെയ്യിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് നമ്മളെ കാര വെറുതെ അടുപ്പിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. എൻ്റെ കാരക്ക് അങ്ങനെയുണ്ട്. ചെറിയ കുഞ്ഞു കാര്യമല്ലേ, കുഞ്ഞു കുട്ടിയാണത്. അപ്പോൾ ആ കുഞ്ഞു കുട്ടീനെ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒഴിക്കുന്നില്ല, കുറച്ചൊന്നും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നീനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം എടുക്കാൻ. ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ ഉരുളകളായിട്ട് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് 3 കുയ്യേ ഉള്ളൂ, അതുകൊണ്ട് 3 എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ എടുക്കട്ടെ. ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചിടുക. അങ്ങനെ ചെയ്തോളുക. അപ്പം നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും അത്. അപ്പോൾ ഇതാ ഒരുക്കി ആയിട്ടുണ്ട് ഗൈസ്. ഞാനത് ഇതിലേക്ക് ഇടുന്നുണ്ട്, പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം അതേപോലെ എടുത്തിട്ട് ഇടട്ടെ. എല്ലാവരും ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാം കഴിഞ്ഞ് ഞാൻ വാങ്ങുന്നതാണ്. ഗ്യാസ് ഓഫാക്കി എല്ലാം തീർന്നു. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കണം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് നമുക്ക് പഞ്ചസാര ഉരുക്കി വെച്ചത് വെക്കാം. അതൊന്ന് ഇളം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ഇതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്ത് വെച്ച ഉണ്ടകളാണ് ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ചൂടായിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. നമുക്കിത് ഒന്ന് അടച്ച് വെക്കാം. സിമ്മിലാക്കിയിട്ടൊന്ന് അടച്ച് വെക്കാം. തീ ഒന്ന് സിമ്മിലാക്കുക. എന്നിട്ട് നമുക്ക് ഒന്നിത് അടച്ച് വെക്കുക. അപ്പോൾ അതിൽ നിന്ന് പാകം വരാനുണ്ട്. ആ പാകം വന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മളെ ഗുലാബ് ജാമ് നല്ല അടിപൊളിയായിട്ടെല്ലാം വീർത്ത് വന്ന പോലെ വന്നിട്ടുണ്ട്. പഞ്ചസാര ലൈനിയിൽ കണ്ട അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയല്ലേ ഗൈസ്? സൂപ്പറായിട്ടുണ്ട്. നല്ല പൊന്തി വന്നിട്ടുണ്ട്.
ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇനി ഞാൻ തീ ഓഫാക്കാം. തീ ഓഫാക്കി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം. സ്പൂണിനെ കൊണ്ട് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കണ്ട, ഇതാ നല്ല അടിപൊളി സാധനമാണ്. ഒരു പ്ലേറ്റിലിട്ടിട്ട് കാണിച്ചു തരണ. ഇതാ കണ്ട, ഇതാ കണ്ട, ഇതാ കണ്ട, സൂപ്പർ സാധനം. ഇതാ കണ്ടല്ലോ ഗൈസ്. ഇതാണ് നമ്മളെ ഗുലാബ് ജാം. അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്നിട്ടിത് നമ്മളിങ്ങനെ കോരിയിട്ട് കഴിച്ചോളൂ. വാവ്, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഈ ലായനിയും കൂടി, പഞ്ചസാര ലായനിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിലാക്കി കഴിഞ്ഞാൽ സൂപ്പർ. ഇതാ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.